വെറും 2 ദിവസം മാറ്റി വെച്ചാൽ പോയി വരാൻ പറ്റിയ ഒരു കിഡിലൻ റൗണ്ട് ട്രിപ്പ് പ്ലാൻ പറഞ്ഞു തരട്ടെ. രാവിലെ എറണാകുളത്ത് നിന്ന് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്ത് നേരെ മസനഗുഡി വഴി ഊട്ടിയിലേക്കാണ് യാത്ര. പോകുന്ന വഴി തെപ്പക്കാടിലുള്ള മുതുമലൈ ഫോറസ്റ്റ് സഫാരി എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്. പെർ ഹെഡ് 340 റുപ്പീസ് ആണ് ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ്. ഒരുപാട് മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ ഈ ഫോറസ്റ്റ് സഫാരിയിൽ കാണാവുന്നതാണ്. തെപ്പക്കാടിൽ നിന്ന് മസനഗുഡി വഴി ഊട്ടിയിലേക്കുള്ള യാത്ര അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ഊട്ടിയിലെത്തി ആദ്യം പോയത് റീൽസിലൂടെ വൈറലായ ഹങ്കർ ഫോർട്ട് എസ്റ്റേറ്റിലേക്കാണ്. ഇവിടുത്തെ എൻട്രൻസ് ഫീ കുറച്ച് കത്തിയാണെങ്കിലും ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ സ്വർഗ്ഗമാണ്. ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പറ്റിയ നല്ല കിഡിലൻ ഫ്രെയിംസ്. ഹങ്കർ ഫോർട്ടിൽ നിന്ന് നേരെ പോയത് എന്റെ ഫേവറേറ്റ് റെയിൽവേ സ്റ്റേഷനായ ലൗഡേലിലേക്കാണ്. എത്ര വന്നാലും മതി വരാത്ത എന്തോ ഒരു മാജിക്കൽ വൈബ് ഫീൽ ചെയ്യുന്ന സ്പോട്ടാണിത്. ലൗഡേലിൽ നിന്ന് വെറും 2 കിലോമീറ്റർ പോയാൽ അധികം ആരും പോകാത്ത കെറ്റി റെയിൽവേ ടണലിൽ എത്താം. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ മനോഹരമായ ലാൻഡ്സ്കേപ്പ് ആൻഡ് ഫ്രെയിംസ് ആണ്. ഗൂഗിൾ മാപ്പിൽ കെറ്റി റെയിൽവേ ടണലിൽ നിന്ന് സെർച്ച് ചെയ്താൽ ഈ സ്പോട്ടിൽ എത്താവുന്നതാണ്. പിറ്റേ ദിവസം രാവിലെ കിന്നക്കോര സൈഡിലേക്കാണ് യാത്ര. ഊട്ടിയിൽ നിന്നും 60 കിലോമീറ്റർ ആണ് ദൂരം. കിന്നക്കോരയിലേക്കുള്ള യാത്ര തന്നെയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ടൂറിസ്റ്റുകളുടെയോ വാഹനങ്ങളുടെയോ ഒച്ചയും ബഹളവും ഒന്നുമില്ലാത്ത ഒരു കൊച്ചു ഗ്രാമം. ഊട്ടിയിലേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും കിന്നക്കോര വിസിറ്റ് ചെയ്തിരിക്കണം. കാരണം അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ് ഇങ്ങോട്ടേക്കുള്ള യാത്രയും ഇവിടുത്തെ ഓരോ ഫ്രെയിംസും. കിന്നക്കോരയിൽ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ച് തിരിച്ച് മുള്ളി വഴിക്കാണ് എറണാകുളത്തേക്ക് പോകുന്നത്. 43 എയർപിനുള്ള ഒരു അടിപൊളി റൂട്ട് എക്സ്പീരിയൻസ്. പോകുന്ന വഴി ലക്കുണ്ടെങ്കിൽ വൈൽഡ് ആനിമൽസിനെ സ്പോട്ട് ചെയ്യാവുന്നതാണ്. സോ നെക്സ്റ്റ് ടൈം ഊട്ടി ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ ഈ റൂട്ടൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനും ഇതുപോലുള്ള കൂടുതൽ ട്രാവൽ വീഡിയോസിനായി നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കണ്ട.